സ്നേഹത്തോടെ പെരുമാറണം. സഹോദരങ്ങളെ, മക്കളോട് സ്നേഹത്തോടെ സംഭാഷണം നടത്തണം. ഒരിക്കലും മക്കളെ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, എത്ര അനുസരണക്കേട് കാണിച്ചാലും മക്കളെ ഒരു നിലക്കും തൊട്ടാൽ 7 പ്രാവശ്യം കേൾക്കേണ്ടി വരുന്ന നായയുടെ പേര് കൊണ്ട് സംബോധന ചെയ്യരുത്, പന്നിയുടെ പേര് കൊണ്ട് സംബോധന ചെയ്യരുത്. മക്കളെ വിളിക്കേണ്ടത് എത്ര സാഹസികമായ ഉപദേശമാണെങ്കിലും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ആ വിളിയുടെ ശൈലി. അനുസരിക്കാതെ മുന്നോട്ട് പോകുന്ന മകനെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം വിളിക്കുന്ന വിളി യാ ബുനയ്യ ഇർകം മഅനാ, ഓ കുഞ്ഞുമോനെ, പൊന്നുമോനെ, നമ്മളോടൊപ്പം കപ്പലിൽ കയറിക്കോ മോനെ. അങ്ങനെയല്ലേ വിളിക്കുന്നത്? ആ കുട്ടിക്കൊരു പേരുണ്ട്. മുങ്ങിപ്പോകുന്ന ആ കുട്ടിക്ക് കൻആൻ എന്നൊരു പേരുണ്ട്. കൻആനെ എന്നല്ല നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചത്. കുരുത്തം കെട്ട മോനെ എന്നല്ല വിളിച്ചത്, പറഞ്ഞാ കേക്കാത്തോനെ എന്നല്ല വിളിച്ചത്, വേറൊരു ഭാഷയിലുമല്ല. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ. ഒരു കാര്യം അഭ്യർത്ഥിക്കുമ്പോ, സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോ ആ ഉപദേശം തട്ടേണ്ടത് അവരെ മനസ്സിലേക്കാണ്, ബാഹ്യതലത്തിലേക്കല്ല. ഉൾക്കൊള്ളേണ്ടത് അവര് മാനസികമായിട്ടാണ്. ആ ഉപദേശമേ നിലനിൽക്കൂ. ഭൗതികമായിട്ട് ബാഹ്യമായിട്ട് സ്വീകരിക്കുന്ന ഉപദേശം, അതിന് സഹോദരങ്ങളെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ ഇല്ലാതെയായി പോകും. അതേ സമയത്ത് നല്ലോണം കേൾക്കുന്ന ഉപദേശമാണോ, ആ ഉപദേശം പിന്നീട് തിരുത്തേണ്ടി വരില്ല. അതിന് സ്നേഹത്തോടെയുള്ള തലക്കെട്ട് വേണം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ ഉപദേശിച്ച ഉപദേശം അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. ആ ഉപദേശത്തിന്റെ തലക്കെട്ട് മുഴുവനും യാ ബുനയ്യ, കുഞ്ഞുമോനെ, പൊന്നുമോനെ എന്ന വിളിയാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. നീ ഒരു ചെറിയ നന്മ ചെയ്താലും ചെറിയ തിന്മ ചെയ്താലും അത് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാനില്ലാത്ത അത്രയും ചെറുതാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് അറിയും. നീ ഒരു പാറക്കല്ലിന്റെ ഉള്ളിൽ പോയി മറഞ്ഞിരുന്നിട്ടാണ് ഒരു നന്മ ചെയ്തതെങ്കിലും ഒരു തിന്മ ചെയ്തതെങ്കിലും യഅതി ബിഹല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അത് അറിയും. അല്ലാഹു തആല ആ വിഷയം കറക്റ്റായി അറിയും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. അല്ലാഹു തആല നഗ്നനേത്രങ്ങളെ കൊണ്ടോ ഉപകരണങ്ങളെ കൊണ്ടോ കണ്ടെടുക്കാൻ കഴിയാത്ത വസ്തുക്കളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഖബീറുൻ, മനസ്സിന്റെ ഉള്ളിലുള്ള ആന്തരിക രഹസ്യങ്ങളെ വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി അറിയുന്നവനാണ്. വലിയൊരു ഉപദേശം, ആ ഉപദേശം സ്വീകരിക്കുന്നതിന് മകനെ വിളിച്ചത് യാ ബുനയ്യ. അനുസരണക്കേടുള്ള മകൻ ഉപദേശം കേട്ട് നന്നായി അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ടൊരു വലിയായി മാറിയത്. ഉപദേശങ്ങളും കൊടുക്കണം മക്കൾക്ക്, അവരോട് കണക്ഷൻ വേണം. എപ്പോഴും ദേഷ്യം പിടിക്കുന്ന ഒരു മുഖവുമായിട്ട് മക്കളെ സമീപിക്കരുത്. ബാപ്പയും ഉമ്മയും എപ്പോഴും ദേഷ്യത്തിന്റെ, കോപത്തിന്റെ, പ്രകോപനത്തിന്റെ, പ്രതികരണത്തിന്റെ, എപ്പോഴും കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, ആ ഒരു മനസ്ഥിതിയിലാകരുത് മക്കളെ സമീപിക്കേണ്ടത്. എപ്പോഴും മകനോട് ചൂടാകുന്ന സ്വഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. ഒന്ന് റളിയല്ലാഹു അൻഹു ചൊല്ലിക്കാട്ടെ. മുആവിയ റളിയല്ലാഹു അൻഹു. അത് നല്ല സദസ്സല്ലേ, നല്ല 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 ഉണർവോടെ വരണം നമ്മുടെ സദസ്സ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനവർകൾ മകനോട് എപ്പോഴും ചൂടാകും. മകന്റെ പേര് യസീദാണ്. യസീദിനോട് എപ്പോഴും ചൂടാകും. അങ്ങനെ വീട്ടിലേക്ക് ഒരു ദിവസം അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വന്നു. അത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ആളാ. അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വന്നപ്പോ രണ്ടുപേരുടെയും സംഭാഷണം മകൻ അപ്പുറത്തുനിന്ന് വീക്ഷിക്കുന്നുണ്ട്. വാപ്പയും കൂട്ടുകാരനും സംഭാഷണം നടത്തുന്നത്. വാപ്പ ചോദിച്ചു, മുആവിയ റളിയല്ലാഹു അൻഹു അഹ്നഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, ഈ മക്കളെ പറ്റി നിങ്ങളെ വീക്ഷണം എന്താന്ന് വെച്ചു.
അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, മക്കളോ അവര് ഇമാദു ലുഹൂരിന വസിമാറു ഖുലൂബിന, നമ്മുടെ അവലംബമാണ് നമ്മുടെ മക്കൾ. അങ്ങനെ കാഴ്ചപ്പാടില്ലേ പലർക്കും? നമ്മുടെ അവലംബമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ വരുമ്പോ നമുക്ക് താങ്ങും തണലുമായി നിൽക്കാനുള്ളവരാ നമ്മുടെ മക്കൾ. നമ്മുടെ ഹൃദയത്തിന്റെ പ്രതിഫലനങ്ങളാണ്. നമ്മൾ അവരെ സ്നേഹിക്കുന്നത് മാനസികമായിട്ട് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലാണ് അവരെ സ്നേഹിക്കുന്നത്. അവരെ കാണാതിരുന്നാൽ, അവര് നമ്മളെ കാണാതിരുന്നാലൊക്കെ ഒരു വല്ലാത്ത ബന്ധം, അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ മക്കളെ വേർപിരിയാനോ അവർക്ക് നമ്മെ വേർപിരിയാനോ ഒന്നും കഴിയില്ല ആ സ്നേഹബന്ധം കൊണ്ട്. ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മകനെ പറ്റി ഞാൻ എപ്പോഴും മകനോട് ചൂടാകലുണ്ട്, കയർക്കലുണ്ട്. പക്ഷെ നിങ്ങളെ ഉപദേശം കേട്ടപ്പോ എന്റെ മനസ്സാകെ തണുത്തുപോയി. ഇനി എന്റെ മോനെ കാണുമ്പോ കയർക്കാനോ ചൂടാകാനോ ഒന്നും എനിക്ക് തോന്നൂല. കാരണം നിങ്ങൾ മക്കളെ പറ്റിയുള്ള ആ താല്പര്യങ്ങളും അവലംബങ്ങളും പ്രതീക്ഷകളും പറഞ്ഞപ്പോ, ഇങ്ങനെയൊക്കെയാണോ മക്കളെ പറ്റി പ്രതീക്ഷിക്കുന്നത്? ഇത് വല്ലാത്ത ഒരു പ്രതീക്ഷ തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ ചൂടായാല് കയർത്താല് ഇങ്ങനെ ഒരു പ്രതീക്ഷക്ക് ഒരു നിലക്കും ഒരു സ്ഥായിയായ ഒരു രൂപം ഭാവം കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഇനി ചൂടാകുന്നില്ല. അന്ന് മുതൽ മുആവിയ റളിയല്ലാഹു അൻഹു മകനോട് കയർക്കുന്നതും ചൂടാകലും നിർത്തിയിട്ട് എന്റെ ഈ ശരീരത്തെ തണുപ്പിച്ചു തന്നതിന് എന്റെ വക നിങ്ങൾക്കൊരു 500 ദിർഹം എന്ന് പറഞ്ഞ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് 500 ദിർഹം കൊടുത്തപ്പോ അപ്പുറത്തുനിന്ന് മകൻ യസീദ് 1000 ദിർഹം കൊണ്ടുപോയി കൊടുത്തു. ബാപ്പയുടെ ചൂട് തണുപ്പിച്ചതിന് നിങ്ങൾക്ക് ഞാനാണ് കൂടുതൽ തരേണ്ടത്. കാരണം ആ ചൂട് എപ്പോഴും അനുഭവിക്കുന്ന ഞാനാണ്. ചിലരങ്ങനെ ഉണ്ടാകും, തിളച്ച വെള്ളം പോലെ എപ്പോഴും. ബാപ്പ ഉമ്മ, ബാപ്പ എങ്ങനെ, ഉമ്മ എങ്ങനെ, സുബ്ഹാനല്ലാഹ്. തീക്കട്ടെ, വല്ലാത്ത തീക്കട്ട. ചൂടാകേണ്ട സന്ദർഭങ്ങളുണ്ടോ? ഉണ്ട്. ചില വിഷയങ്ങൾ കർശനമായി ഉപദേശിക്കുമ്പോൾ അപ്പോഴും സഭ്യേതര പ്രയോഗങ്ങൾ നടത്തരുത്. ഇസ്ലാമിന്റെ ശൈലിയും കാഴ്ചപ്പാടും അങ്ങനെയാണ്. കാരണം നമ്മൾ ഉപദേശിക്കുന്നവർ സ്വീകരിക്കാനാണ്. നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ വിളിക്കുന്നത് ആദ്യം തന്നെ മക്കളെ വിളിക്കുന്നത് ചെയ്ത്താനെന്നാണെങ്കിൽ പിന്നെ ചെയ്ത്താൻ തന്നെ ആയിരിക്കും. ആദ്യം തന്നെ വിളിക്കുന്നത് കൽബേന്നാണെങ്കിൽ പിന്നെ അത് കൽബായിരിക്കും. അപ്പൊ നമ്മൾ ആ കൽബിന്റെ വാപ്പയെന്ന് കൂട്ടിയാൽ മതി. വലിയ കൽബ് അങ്ങനല്ലേ? നായന്റെ വാപ്പക്കും നായന്റെ തള്ളക്കും വലിയ നായ വലിയ തള്ളാന്നല്ലേ പറയാം. അതേ രൂപത്തിലല്ലേ പിന്നെ കൂട്ടേണ്ടത്. അങ്ങനെ വിളിക്കാൻ പാടില്ല. എത്ര അവരനുസരണക്കേട് കാണിച്ചാലും അവരെ വിളിക്കേണ്ടത് അങ്ങനെയാണ്. പിന്നൊരു കാര്യം കൂടി പറയട്ടെ, മക്കളിൽ നിന്ന് എന്ത് അനുസരണക്കേട് വന്നാലും ബാപ്പമാരോട് ഉമ്മമാരോട് നിർദ്ദേശമുണ്ട്, പ്രതികൂലമായി പ്രാർത്ഥിക്കരുത്. ചില ബാപ്പാർക്കും ഉമ്മാർക്കും അങ്ങനെ തോന്നലുണ്ട്. നമ്മളെ ദുആ അങ്ങനെ ഉണ്ട്. സത്യത്തില് നമ്മളെ ദുആ അല്ലാഹു തആല വേഗം സ്വീകരിക്കണ ദുആയാണ്. അതുകൊണ്ട് ഇന്നെ അങ്ങനെ വിഷമിപ്പിച്ച, അങ്ങനെ ബുദ്ധിമുട്ടാക്കിയ മോനെ വെറുതെ വിട്ടാ പറ്റൂല, ഒന്ന് ദ്വാരുന്നിട്ട് ഓനെ പാഠം പഠിപ്പിക്കണം. ആ ചിന്ത സ്നേഹത്തിനെതിരാ. നന്നായി കിട്ടാനാ ദ്വാരക്കേണ്ടത്. എത്ര നെറുകേട് കാട്ടിയാലും നന്നായി കിട്ടാനാ ദ്വാരക്കേണ്ടത്. എതിരായി ദ്വാരുന്നേ പിന്നെ നന്നാക്കാൻ കഴിയൂല. അത് കേടായാലും പിന്നെ ആർക്കാ നന്നാക്കാൻ കഴിയാ? അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു മകനെ കൊണ്ടുവന്നു ബാപ്പ. ഈ മകൻ എന്ത് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല, ഇവനൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മഹാനവറുകളുടെ ചോദ്യം, ഹൽ ദഅഉത അലൈഹി, ഈ കുട്ടിക്ക് പ്രതികൂലമായി നിങ്ങൾ ദുആ ചെയ്തിരുന്നോ? ബാപ്പ പറഞ്ഞു അതെ. ആ വലിയ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളല്ലേ കേടുവരുത്തി, നിങ്ങൾ നന്നായിക്കോളി, എനിക്ക് നന്നാക്കാൻ മാർഗമല്ല. ആരെ ദ്വാരക്കാൻ പറഞ്ഞു? വലാ തദഉ വലാ ഔലാദിക്കും, മക്കൾക്കെതിരെ ബാപ്പമാരെ ഉമ്മമാരെ പ്രാർത്ഥന നടത്തരുത്. അനുകൂലമായിട്ടാണ് ദുആ ചെയ്യേണ്ടത്. അവര് നന്നായി കാണാനാണ് ദ്വാരക്കേണ്ടത്. നല്ല വിട്ടുവീഴ്ചയോടുകൂടെ അത്തരത്തിലുള്ള പ്രാർത്ഥനകളാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അവര് മോശക്കാരായി മാറാൻ നമ്മൾ ദുആ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷയോ അദാബോ വരാൻ വേണ്ടി മനസ്സിൽ കരുതി ദ്വാർന്നിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നത് തിരുത്താൻ വലിയ പ്രയാസമാണ്. നമ്മൾ ദ്വാരുന്നത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ആ ഖേദം പിന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അനുകൂലമായി ദ്വാർക്കണം. നല്ലവരായി കിട്ടാൻ വേണ്ടി എപ്പോഴും ദ്വാർക്കണം. നല്ല സ്വഭാവങ്ങൾ അവരെ ശീലിപ്പിക്കണം. നല്ല സ്വഭാവങ്ങൾ ശീലിപ്പിക്കുന്നതിൽ ബാപ്പയും ഉമ്മയും അവരോടുകൂടെ പങ്കുചേരണം.
നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്നതിൽ ബാപ്പയും ഉമ്മയും അവരുടെ കൂട്ടുകാരാകണം. സ്നേഹത്തോടെ ഉപദേശങ്ങൾ നൽകണം. നല്ല സ്വഭാവങ്ങൾ അവരുടെ രൂപത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന നല്ല മാതൃകായോഗ്യരാകണം നമ്മൾ. നല്ല കാര്യങ്ങളിൽ അവരെ ഭാഗവാക്കാകണം. നിങ്ങൾ കണ്ടില്ലേ, ചെറുപ്പക്കാരനായ ചെറിയ ചെറുപ്പത്തിൽ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ കുട്ടിയായ വലിയ വലുപ്പത്തിലേക്ക് ഉയരാത്ത ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹായത്തിന് കൂട്ടി. പരിശുദ്ധമായ കഅബ നിർമ്മാണം നടക്കുന്ന സമയത്ത് മകനെ സഹായത്തിന് കൂട്ടുന്നു ഉപ്പ. നല്ല കാര്യങ്ങളിൽ മക്കളെ കൂടെ കൊണ്ടുപോകണം. നല്ല വിഷയങ്ങളിൽ മക്കളെ കൂടെ കൊണ്ടുപോകണം. അതവര് പഠിക്കാൻ വലിയൊരു മാർഗമാണ്. നമ്മുടെ ഇന്ത്യയിലെ മുൻ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം. മരണപ്പെട്ടുപോയി. APJ അബ്ദുൽ കലാം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഖുർആനൊക്കെ നന്നായി വളരെ വശ്യമായി ഓതാൻ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. കുറെ സൂറത്തുകളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ട്. യാസീൻ സൂറത്തൊക്കെ കാണാതെ അറിയുന്ന അദ്ദേഹം പറഞ്ഞപ്പോ ചോദിക്കുന്ന പത്രക്കാരൻ ചോദിച്ചു, എങ്ങനെയാ ഇതൊക്കെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞപ്പോ, സുബഹി നിസ്കാരത്തിന് ബാപ്പൊരു മുഅദ്ദിനാണല്ലോ, അദ്ദേഹത്തിന്റെ ഉപ്പൊരു മുഅദ്ദിനാണ്, വാങ്ങിക്കൊടുക്കുന്ന ആളായിരുന്നു. അപ്പൊ സുബഹിക്ക് പോകുമ്പോ വാപ്പ എന്റെ കൈയും പിടിച്ചുകൊണ്ടുപോകും. പള്ളിയിലൊരു ഭാഗത്ത്, ഞാനന്ന് ചെറിയ കുട്ടിയാണ്, പള്ളിയിലൊരു ഭാഗത്ത് എന്നെ ഇരുത്തിയിട്ട് നിസ്കരിക്കുന്നവരെ നിസ്കാരം നോക്കി പഠിക്കാൻ പറയും. അതൊരു ശൈലിയാ. ഇത് നമ്മളാകെ മക്കളെ കൊണ്ടുപോലെ കല്യാണത്തിന് മാത്രം, വേറെ ഒരു സംഗതിക്കുമില്ല, വേറെ ഒരു നന്മയിലേക്കില്ല. എല്ലാ നല്ല അവസരങ്ങളിലേക്കും മക്കളെ കൊണ്ടുപോകണം. അപ്പേ അവർ നന്നായി കിട്ടുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എത്ര മക്കളുള്ള മഹാനാണ്. സ്വന്തം മുതുകിൽ നിന്ന് തന്നെ അല്ലാഹു തആല 100-ലധികം മക്കളെ നൽകിയിട്ടുണ്ട്. പേരക്കുട്ടികളല്ല, സ്വന്തം മക്കളെ. അത്രയും വലിയ സന്താന സൗഭാഗ്യമുള്ള മഹാൻ. ആ മക്കളെയൊക്കെ കൊണ്ടുപോകുന്നൊരു സദസ്സുണ്ട് നാട്ടില്. ഒരു ഘട്ടത്തിലല്ല, വിവിധ ഘട്ടത്തില്. ഏതെങ്കിലും ഒരു സഹാബി ഖുർആൻ ഓതി തീർക്കുന്ന ഖത്മിന്റെ സദസ്സറിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും ഈ മക്കളെ മുഴുവനും. വീട്ടിൽ മഹാനവറുകൾ ഖത്മ് തീർക്കുന്ന അന്ന് ഭാര്യയെയും മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഇരുത്തിയിട്ട് ഖത്മിന്റെ ദുആ നടത്തും. നമ്മൾ ഖത്മിന്റെ ദുആ നടത്തണമെങ്കിൽ വാപ്പയോ വല്യപ്പയോ മരിക്കേണ്ടി വരും. അല്ലാതെ ഹയാത്ത് കാലത്ത് നിങ്ങളൊന്ന് കയ്യൊന്നിച്ചാണ് വീട്ടിൽ മക്കളെയും മക്കളും ഒക്കെ കൂട്ടിയിട്ട് ഖത്ം ദുആയിരുന്ന ആൾക്കാർ ഉണ്ടാകൂല. ഖുർആൻ ഓതി ഖത്മ് തീർക്കുമ്പോ ഭാര്യയെയും ഉമ്മയെയും കുടുംബക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി മക്കളെ കൂട്ടിയിട്ട് ദുആ. ആ ദുആ അല്ലാഹു തആല ഇജാബത്ത് നൽകുന്ന ദുആയാണ്. ഖത്മുൽ ഖുർആന്റെ ദുആന് ഒരു നിലക്കും ഉത്തരം കിട്ടാതിരിക്കൂല. ആ ദുആർക്കുമ്പോ ഞങ്ങളൊക്കെ നന്നാക്കണേ അല്ലാഹ്, ഇതെന്റെ മക്കളാണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഉമ്മയാണ്. ഓരോരുത്തർക്കും സ്പെഷ്യലായ ദുആർക്കാലോ. ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ബാക്കിയൊക്കെ മലയാളത്തിൽ തരുന്നാ മതി, കുഴപ്പമൊന്നുമില്ല. ഹംദും സ്വലാത്തും അറബിയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എല്ലാവർക്കും കിട്ടൂലേ. ബാക്കി അങ്ങ് മലയാളത്തിൽ അങ്ങ് ദ്വാരിക്കുക. അവസാനം ഒരു സ്വലാത്തും ഒരു ഹംദും. എത്ര നല്ല സദസ്സാണ്. ഖത്മുൽ ഖുർആൻ തീർക്കുന്ന സമയത്തൊക്കെ മഹാനവറുകൾ ചെയ്തിരുന്നു. അതവരുടെ ഭാവിയുടെ ബാസുരതയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ആത്മീയ കാര്യങ്ങൾ, വിഷയങ്ങൾ നമ്മിൽ അന്യമായി പോയി. നമ്മിലാകെ തളം കെട്ടി നിൽക്കുന്നത് ഭൗതികതയുടെ ചില ചിത്രങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മാത്രം നന്നായി കിട്ടുമെന്ന് കരുതരുത്. അങ്ങനെ ആരും ഉദ്ദേശിക്കുകയും ചെയ്യരുത്. ആത്മീയമായ വശങ്ങൾ മുഴുവനും നമ്മിൽ ഉണ്ടായിത്തീരണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നന്മക്കവരെ സാക്ഷികളാക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കല്ലിങ്ങനെ പടുക്കുന്ന സമയത്ത് ആകുന്ന ചെറിയ ചെറിയ കല്ലുകളൊക്കെ കൊണ്ടുവന്ന സ്ഥലത്തു നിന്ന് ഇങ്ങനെ മകൻ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നു. എന്തിനാപ്പോ ഈ പങ്കെടുപ്പിക്കുന്നത്? ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഭൂമിയിൽ ആദ്യമായി മലക്കുകളെ കൊണ്ട് ശിലവാകി നിർമ്മിച്ച വിശുദ്ധമായ കഅബത്തുൽ മുശറഫ, അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലാണ് ഈ മകനെ കൂടെ കൂട്ടിയിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് ചെറിയൊരു ഖൈറല്ല. എല്ലാ നന്മകളിലും മക്കൾ കൂടെയുണ്ടാകണം. അതവര് നന്മ കണ്ടു പഠിക്കുന്നതിനും അതിലായി വളരുന്നതിനും വലിയ നിമിത്തമാണ്.
അവരതിന് സഹായത്തിന് നമ്മൾ കൂട്ടണം. പഴയ കാലത്തൊക്കെ ഖുർആൻ ഉമ്മയോതുമ്പോ ഉപ്പയോതുമ്പോ മക്കളെ കൈകളിലും ഖുർആനാണ്, അവരും ഒരുമിച്ചിരുന്ന് ഓതുകയാണ്. എല്ലാവരും ആ നന്മയിൽ സംബന്ധിക്കുമ്പോ ആ വീട്ടിലും ആ കുടുംബത്തിലും അള്ളാഹു നൽകുന്ന ബറക്കത്ത് വിവരണാതീതമാണ്. ഖുർആൻ ഓതുന്ന കുടുംബമല്ലേ അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്തിനും ബറക്കത്തിനും അവർ കാരണക്കാരാണ്. ഒരു ഖുർആൻ ഓതുന്ന വീട് തന്നെ ആലോചിച്ചു നോക്കൂ, എത്ര ബറക്കത്തുള്ള വീടാണ്. സഹോദരങ്ങളെ, ഖുർആനിന്റെ പാര ഓത്ത് ഒരു വീട്ടിൽ നടക്കുമ്പോ ആ വീട്ടിലുള്ള എല്ലാറ്റിനും ബറക്കത്താണ്. ആ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക്, കുടിക്കുന്ന പാനീയങ്ങൾക്ക്, എല്ലാ സംഗതികൾക്കും അതിന്റെ ബറക്കത്ത് ദായിമായി കിട്ടും. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. നല്ല സ്വഭാവങ്ങൾ, നല്ല സംസ്കാരങ്ങൾ അവരെ ശീലിപ്പിക്കണം. നമ്മുടെ നല്ല സ്വഭാവങ്ങൾ അവരും കണ്ടുപഠിക്കണം. ബാപ്പ എത്രമാത്രം അള്ളാഹുവിനെ ഖൗഫുള്ള ആളാണോ, ഉമ്മ എത്രമാത്രം ഭക്തിയുള്ള ആളാണോ, മക്കളിലും ആ ഭക്തിയും ആ ത്യാഗബോധവും ആ സന്ദേശവും നിലനിൽക്കുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ നല്ല ഖൗഫോടെ, നല്ല ഭക്തിയോടെ ജീവിച്ചത് മഹാനവറുകളുടെ ഭക്തി മൂലമാണ്. ഭരണാധികാരിയായിരുന്നിട്ട് പോലും ഒരൊറ്റ മകനും ആർഭാടത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാകാൻ ഒരിക്കലും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ടില്ല. തന്റെ മക്കളിൽ ഒരു മകൻ മദീനയുടെ ചുമതലയുള്ള മകനായിരുന്നു. ആ മകൻ ഒരു മോതിരം വാങ്ങിയപ്പോ അതിന്റെ ആ മോതിരത്തിന്റെ കല്ല് വെക്കുന്ന ഈ കെട്ടിന്, കല്ലിന്റെ ഭാഗമുണ്ടല്ലോ, നമ്മളൊക്കെ മോതിര കല്ല് വെക്കുന്ന ഭാഗം, അതിന്റെ ഭാഗത്തുള്ള ആ ഒരു പീടക്ക് 1000 ദിർഹമിന്റെ വിലയുണ്ടായി എന്നുള്ള വിവരം കിട്ടിയപ്പോ കത്തെഴുതിയിട്ട് പറഞ്ഞു, മോനെ, അത്തരത്തിൽ വിലപിടിപ്പുള്ള, വില കൂടുതലുള്ള മോതിരം നീ ധരിക്കരുത്. നീ ഒരു ഭരണാധികാരിയാണ്, പാകത്തിനുള്ള ജീവിതം മതി, പാകത്തിനുള്ള ജീവിതം മതി. ഖജനാവിൽ പണമുണ്ടെങ്കിലും സ്വന്തം ആവശ്യത്തിന് ഇത്രയും അധികം ഉപയോഗിച്ചുകൂടാ എന്ന് ഭരണാധികാരിയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മകനെ നിർദ്ദേശിക്കുന്നു. രാജ്യം ഭരിക്കുമ്പോ പെരുന്നാളിന് ധരിക്കാൻ പുതുവസ്ത്രം വേണമെന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളടക്കം ഖലീഫയുടെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കയ്യിൽ പണമില്ല, എന്റെ കയ്യിൽ പണമില്ല, ഖജനാവിൽ പണമുണ്ട്. എനിക്ക് ഈ മാസം നിശ്ചയിച്ചിരുന്ന ഒരു ശമ്പളമുണ്ട്, ആ ശമ്പളം ഞാൻ വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്കതുകൊണ്ട് ചെലവും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വസ്ത്രം വാങ്ങിത്തരാൻ എന്റെ കയ്യിൽ പണമില്ല, പക്ഷേ ഖജനാവിലുണ്ടല്ലോ, ഖജനാവിലെ പണം സൂക്ഷിക്കുന്ന, നിധി സൂക്ഷിക്കുന്ന ആളോട് വന്നിട്ട് പറഞ്ഞു, അടുത്ത ഒരു മാസത്തെ ശമ്പളം നേരത്തെ എനിക്ക് നൽകുമോ? ആ ഖാസിനുൽ മാല്, പണം സൂക്ഷിക്കുന്ന ആള് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിച്ചു, എന്തിനാണ്? നാളെ കഴിഞ്ഞാൽ മറ്റന്നാള് നമ്മുടെ നാട്ടില് പെരുന്നാളാണ്, എന്റെ മക്കൾക്ക് പുതുവസ്ത്രം വാങ്ങിയിട്ടില്ല, പുതിയ വസ്ത്രം വാങ്ങാനാണ്. അപ്പോ നിധി സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരൻ ചോദിച്ചു ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട്, അടുത്തൊരു മാസക്കാലം നിങ്ങൾ ജീവിച്ചിരിക്കും എന്നതിന് ഗ്യാരണ്ടി ഉണ്ടോ? അടുത്തൊരു മാസക്കാലത്തെ ശമ്പളമല്ലേ നേരത്തെ ചോദിക്കുന്നത്? അടുത്തൊരു മാസക്കാലം നിങ്ങൾ ജീവിച്ചിരിക്കുമോ? അതിന്റെ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസത്തെ ശമ്പളം നേരത്തെ തരാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, എനിക്കതിന് യാതൊരു നിശ്ചയവുമില്ല. ആർക്ക് പറയാൻ കഴിയും സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നാളെ പകല് നമ്മൾ ഉണ്ടാകുമെന്ന് ആർക്കും നിശ്ചയിച്ചുറപ്പിച്ച് പറയാൻ കഴിയൂല. അള്ളാഹുവിന്റെ നിശ്ചയമാണ്, തീരുമാനമാണ്. മഹാനവറുകൾ പണം പറ്റാതെ വീട്ടിൽ വന്നു, മക്കളെ വിളിച്ചു ഉപദേശിക്കുന്നു, മക്കളെ, ഈ പെരുന്നാൾ ഏതായാലും ഇങ്ങനെ കഴിയട്ടെ, അടുത്ത പെരുന്നാളാകുമ്പോ നമുക്ക് പുതുവസ്ത്രം വാങ്ങാം. എന്തൊരു ഉപദേശമാണ്! ആ മക്കളത് സ്വീകരിച്ചു. എന്നാ അങ്ങനെ ആയിക്കോട്ടെ ബാപ്പ, ഈ പെരുന്നാൾ ഇങ്ങനെ ആയിക്കോട്ടെ, അടുത്ത പെരുന്നാൾ വേണമെങ്കിൽ പുതുവസ്ത്രം ധരിക്കാം. കാരണം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം ജീവിതത്തിന്റെ ശൈലി തന്നെ അങ്ങനെ. ബാപ്പയും പുതുവസ്ത്രം വാങ്ങിയിട്ടില്ല, അവന്റെ മക്കൾക്കും പ്രശ്നമില്ല. ഇത് ബാപ്പക്ക് മാത്രം ഉണ്ടാകുമ്പോ ഒരു വിഷമം വരുമല്ലോ. കുട്ടികൾക്ക് പുതുവസ്ത്രം വാങ്ങാൻ വേണ്ടിയാണ് ഈ കാശ് ചോദിക്കാൻ വേണ്ടി ചെന്നത്.
അവരുടെ ആ ത്യാഗബോധം അതങ്ങനെ തന്നെ മക്കളിലും വന്നു. നമ്മൾ നല്ല ത്യാഗബോധത്തോടെ, നല്ല ഖൗഫോടെ, നല്ല സൂക്ഷ്മതയോടെ, നല്ല ഭക്തിയോടെ ജീവിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലൊക്കെ അല്ലാഹു ഖൈർ വർദ്ധിപ്പിക്കുമാറാകട്ടെ.